അകത്തേക്ക് കയറിവരുന്ന രണ്ടാളെയും ദാസ് നോക്കി. മൂത്ത ആളൊരു പാവം പോലെ തോന്നിച്ചെങ്കിൽ ഇളയവന്റെ മുഖത്തപ്പാടെ ഗൗരവമാണ്. എങ്ങനെയുണ്ടായിരുന്നു പൂജ? എന്തു പൂജ? കുറേ പൂജാരിമാര് വന്ന് മണിയടിച്ച് പൂവും വാരിയിട്ടു. അതുതന്നെ, ഇളയവൻ പുച്ഛത്തോടെ പറഞ്ഞ് അകത്തേക്ക് കയറി. ഇതാരാ അച്ഛാ? ദാസിന് മനസ്സിലാവാതെ അവൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞില്ലേ, കോളേജിലെ ശിവദാസ് അങ്കിൾ. ഹായ് അങ്കിൾ, ഐ ആം ഇന്ദ്രജിത് വർമ്മ. വിവാഹമുറപ്പിച്ചെന്ന് ഒക്കെ അച്ഛൻ പറഞ്ഞു. വെറുതെ ഇരിക്കുവല്ലേ, ചുമ്മാ ഒരു കല്യാണം കഴിച്ചു കളയാം എന്ന് വിചാരിച്ചു. അങ്കിളിന്റെ മോളുടെ കാര്യം അച്ഛൻ സൂചിപ്പിച്ചിരുന്നു. എന്താ ശരിക്കും സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? വാലും തലയുമില്ലാതെ കുറേ എണ്ണമുണ്ടല്ലോ ഇപ്പോ. എന്നിട്ട് ഓരോ കുരുത്തക്കേട് ഒപ്പിച്ചു വെക്കുമ്പോ ഇതുപോലെ പിന്നാലെ നടക്കാൻ കുറേ ആൾക്കാരും. അകത്തേക്ക് പോയവൻ വസ്ത്രം മാറിവന്നു. കണ്ണാ, വേണ്ട. പ്രഭാകർ ഒരു ശാസനയോടെ അവനെ വിളിച്ചു. എന്റെ മോള് അങ്ങനെയൊരു പെൺകുട്ടിയല്ല പ്രഭാകര. അവൾ എന്തു ചെയ്താലും അതിന്റെ പിന്നിലൊരു ശരിയുണ്ടാവും. അത് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതും. അവൻ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. ഇത്തിരി മുൻഷുണ്ടി കൂടുതലാ. എടുത്ത് ചാട്ടവും. എന്റെ ഇളയ മകൻ തേജസ് വർമ്മ, ഞങ്ങളുടെ കണ്ണൻ. ഇനി നീ പറയ്, എന്താ നടന്നത്? അമ്മുവിന് കോളേജിൽ വെച്ചുണ്ടായ അനുഭവം അയാള് അവരോട് പറഞ്ഞു. അങ്ങനെയാണ് കാര്യങ്ങൾ. അയാളെ ഇനി ആ കോളേജിൽ പഠിപ്പിക്കേണ്ട. ഡിസ്മിസ് ചെയ്യാം. അല്ലെങ്കിലും 6 മാസത്തേക്ക് അയാള് വരില്ല. എന്റെ അനിയന്റെ മകനൊന്ന് കണ്ടിരുന്നേ. എനിക്കിപ്പ അവളുടെ ഡിസ്മിസൽ ഫോർവേഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതിയടാ. പഴയ പ്രിൻസിപ്പല് കൃഷ്ണൻ സാറാണ് അഡ്മിഷൻ ശരിയാക്കി തന്നത്. ഇപ്പോ ഉള്ളവരോട് ഒന്നും സംസാരിക്കാൻ പോലും തോന്നില്ല. ആരോഗ്യന്റ്. എന്താ കണ്ണാ നിന്റെ അഭിപ്രായം? കുട്ടിയുടെ ഭാഗത്ത് ശരിയുള്ള സ്ഥിതിക്ക് കുട്ടിയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. മോശം അനുഭവം നേരിട്ട ഒരു പെൺകുട്ടിയുണ്ടായിരുന്നില്ലേ? നാളെ ആ കുട്ടിയെ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മതി, ഞാനിറങ്ങട്ടെ. അല്ലടാ, ചായ കുടിച്ചിട്ട്. വേണ്ട, പിന്നെ ഒരിക്കലാവാം. ഇന്ദ്രജിത്തിനോട് മാത്രം യാത്ര പറഞ്ഞ് അയാള് അവിടെ നിന്നിറങ്ങി. നിന്റെ സ്വഭാവം തീരെ ശരിയല്ല കണ്ണ. ഒരാളോട് സംസാരിക്കുന്ന രീതിയാണോ ഇത്? ഞാനതിന് മോശമായി ഒന്നും പറഞ്ഞില്ലല്ലോ. നാളെ കോളേജിൽ ചെന്ന് അന്വേഷിക്കട്ടെ എന്ന് മാത്രമല്ലേ പറഞ്ഞത്? എന്തിന്? ദാസിനെ എനിക്ക് വിശ്വാസമാണ്. അവൻ കള്ളം പറയില്ല. അതൊക്കെ വെറും ഡയലോഗല്ലേ അച്ഛാ. കാര്യങ്ങള് അതിന്റെ വഴിക്ക് നീങ്ങട്ടെ. നീങ്ങട്ടെ. അറ്റ് ദി എൻഡ് അയാള് ആണ് ശരിയെന്ന് എന്റെ മോന് മനസ്സിലാകും. പ്രഭാകർ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. ഇന്ദ്ര, ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ തന്തപ്പടിക്ക് ഇത്ര കൊള്ളാൻ? മോനെ തേജു, ചില ശരികൾ പറയേണ്ട പോലെ പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റുകളായി പരിണമിക്കാം. മനസ്സിലായോ? എന്തായാലും ആരോടും ഫേവർ ചെയ്യാൻ തേജസിനെ കിട്ടില്ല. അത്ര തന്നെ. അവൻ ഉറപ്പുപോലെ പറഞ്ഞ് മുറിയിലേക്ക് പോയി. തുടരും.